പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിൽ ദിനംപ്രതി പുതിയ ടെസ്റ്റുകളാണ് പുറത്തു വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ദുബായിൽ 2 പ്രവാസി മലയാളികൾ അറസ്റ്റിൽ. നയതന്ത്ര ബാഗേജിൽ കേരളത്തിലേക്ക് സ്വർണം കടത്തിയ കേസിലെ 3-ാം പ്രതി തൃശൂർ കൊടുങ്ങല്ലൂർ 3 പീടിക സ്വദേശി ഫൈസൽ ഫരീദും റബ്ബിൻസും ദുബായിൽ അറസ്റ്റിലായെന്ന് NIA വ്യക്തമാക്കി. UAE ഭരണകൂടമാണ് അറസ്റ്റ് ചെയ്തത്. 6 പ്രതികൾക്കെതിരെ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് അയക്കുകയും ചെയ്തു. വ്യാജരേഖകളുടെ നിർമ്മാണം, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം, കള്ളക്കടത്തിലുള്ള പങ്കാളിത്തം എന്നീ കുറ്റങ്ങളാണ് ഫൈസലിനെതിരെ NIA ചുമത്തിയിരിക്കുന്നത്. ഫൈസൽ ഫരീദിനെ കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ പുറത്തുവന്നപ്പോൾ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് ഇയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു. എന്നാൽ ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് NIA സ്ഥിരീകരിച്ചപ്പോൾ ഒളിവിൽ പോവുകയായിരുന്നു താമസിച്ചിരുന്നത്. ആഡംബര ജിംനേഷ്യം ഉൾപ്പെടെ കാറുകളുടെ വർക്ക്ഷോപ്പ് എന്നിവയുടെ ഉടമയാണ് ഫൈസൽ. ഇയാളുടെ തൃശൂരിലെ വീട്ടിൽ റെയ്ഡും നടത്തിയിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ NIA അറസ്റ്റ് ചെയ്ത 12-ാം പ്രതി, കൈവെട്ട് കേസിലെ 24-ാം പ്രതിയായിരുന്ന അലിയെ വിചാരണ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചതാണ്. കേസിലെ പിടികിട്ടാപ്പുള്ളികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് NIA 5 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി അന്നു മുതൽ ദുബായിലെ സ്വർണ്ണക്കടത്ത് റാക്കറ്റിന്റെ സംരക്ഷണത്തിലാണെന്നാണ് അലിയിൽ നിന്ന് ലഭിച്ച വിവരം. സ്വർണ്ണക്കടത്തിൽ പ്രതിചേർത്ത ഫൈസൽ ഫരീദ്, റബിൻസ് എന്നിവരെ ചോദ്യം ചെയ്യുന്നതോടെ ഇയാളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് NIAയുടെ പ്രതീക്ഷ. ഇന്റർപോളിന്റെ റെഡ് കോർണർ തിരച്ചിൽ നോട്ടീസും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.